കോൺഗ്രസ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗം ഇന്ന് അഹമ്മദാബാദിൽ ചേരും. സംഘടനാ പ്രശ്നങ്ങളും ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതകളും ചർച്ചയാകും. വഖഫ് വിഷയത്തിൽ പാർട്ടി നിലപാട് വിശദീകരിക്കുന്ന പ്രമേയവും പാസാക്കിയേക്കും. ശ്രീനാഥ് ചന്ദ്രനുണ്ട് അഹമ്മദാബാദിൽ നിന്ന് 24 ടീമിന്റെ ഭാഗമായി. ശ്രീനാഥ്, വലിയ സമ്മേളനം, അതും വിപുലീകരിച്ച CWCയുടെ ആദ്യ യോഗവും കൂടിയാണ്. വിശാലമായ വിഷയങ്ങളുണ്ട്. കേരളത്തിലടക്കം സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ്, പ്രധാനപ്പെട്ട നേതാക്കൾ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുടെ ചുമതലകളെ സംബന്ധിച്ചുള്ള പല അഭിപ്രായങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതകൾ, അങ്ങനെ വിപുലമായ വിഷയങ്ങൾ അല്ലേ? തീർച്ചയായും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ്, അതിനു വേണ്ടിയാണ് ഇത്തരമൊരു വലിയ ഒരു സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ വർക്കിംഗ് കമ്മിറ്റി മാത്രമല്ല, നാളെ നടക്കാൻ പോകുന്ന AICC സമ്മേളനം അത് ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് ഇവിടെ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഗുജറാത്ത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ തട്ടകമാണ്, BJPയുടെ ഏറ്റവും കരുത്തുറ്റ ഒരു ഇടമാണ്. അവിടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു CWC വെക്കുന്നു, അതിന് പിന്നാലെ AICC സമ്മേളനം വെക്കുന്നു. അതിന് ആ തരത്തിൽ ഒരു പ്രാധാന്യമുണ്ട്. നേരിട്ട് നരേന്ദ്രമോദിയെയും BJPയെയും അതേ നാണയത്തിൽ നേരിടാനുള്ള ഒരു കരുത്ത് ഇപ്പോഴും പാർട്ടിക്കുണ്ട് എന്നൊരു തോന്നൽ പ്രവർത്തകർക്കിടയിലെങ്കിലും ഉണ്ടാക്കാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വിവിധ വിഷയങ്ങൾ ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ ചർച്ചയാകാൻ പോകുന്നുണ്ട്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന്, പ്രിയങ്ക ഗാന്ധിയുടെ മുന്നോട്ടുള്ള പോക്കിൽ അവർക്ക് ഏതെങ്കിലും സ്ഥാനങ്ങൾ, പ്രത്യേകമായി ചുമതലകൾ നൽകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി എന്ന ഒരു പദവിക്കപ്പുറത്തേക്ക് സ്പെസിഫിക്കായി ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ചുമതലയോ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചുമതലയോ പ്രിയങ്ക ഗാന്ധിക്കില്ല. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഈ വർഷം അവസാനമാകുമ്പോഴേക്കും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. 6ഓളം സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ആ തരത്തിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ ചുമതലയോ അല്ലെങ്കിൽ മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ചുമതലയൊക്കെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് നൽകാനുള്ള ഒരു സൂചന കൂടി, ഒരു സാധ്യത കൂടി അവിടെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ വഖഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാട് പ്രഖ്യാപനം കൂടി ഉണ്ടാകും. ഒരു പ്രമേയം ഒരുപക്ഷെ വഖഫ് വിഷയത്തിൽ ഉണ്ടായാൽ പോലും അത് സംശയിക്കേണ്ടതില്ല. നിയമപരമായി ഈ വഖഫ് ബില്ലിനെതിരെ, അത് നിയമമായി മാറുമ്പോൾ അതിനെതിരെ മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെയാകും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. മറ്റൊന്ന് ഈ അധികാര വികേന്ദ്രീകരണമാണ്. അധികാരം താഴേക്കിടയിലേക്ക്, ജില്ലാ അധ്യക്ഷന്മാരിലേക്ക് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം സൂചനകൾ നേരത്തെ രാഹുൽ ഗാന്ധി നൽകിയതാണ്. ഒപ്പം തന്നെ മുന്നണിയിൽ ഒരു സഖ്യമായി നിൽക്കുമ്പോൾ അതിനുള്ളിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് ഏറ്റവും ശക്തിയായി ആ മുന്നണിയെ, ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ ചർച്ച നടക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യ സഖ്യ യോഗങ്ങൾ ചേരാത്തതിൽ സഖ്യകക്ഷികൾക്ക് വലിയ അതൃപ്തി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പലയിടത്തും ആ സഖ്യം സാധ്യമാവാതെ പോയ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് അത്തരം തർക്കങ്ങൾ കൂടി മാറ്റിവെക്കേണ്ടതുണ്ട്. ഒപ്പം BJPയെ നേരിടാൻ, നരേന്ദ്രമോദിയെ നേരിടാനുള്ള പദ്ധതികളൊക്കെ തന്നെ, തെരഞ്ഞെടുപ്പ് രംഗത്ത് വിജയിച്ചു വരാനുള്ള പദ്ധതികളെ കൂടി ഈ ചർച്ചകൾ ഒക്കെ തന്നെ, അത്തരം തീരുമാനങ്ങൾ കൂടി, അത്തരം പരീക്ഷണങ്ങൾ എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഒരു ധാരണ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദിൽ നിന്ന് കോൺഗ്രസ് സമ്മേളനത്തിന്റെയും ഈ CWC യോഗത്തിന്റെയും തത്സമയ വിവരങ്ങൾ 24 സംഘം ശ്രീനാഥ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഏതായാലും നിർണായകമായ പല തീരുമാനങ്ങളും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിലടക്കം, ഒപ്പം ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടും ഇനി വഖഫ് വിഷയത്തിലെ കോൺഗ്രസിന്റെ നിലപാടും വ്യക്തമാക്കുന്ന ഒരു പ്രമേയം ഒക്കെ പ്രതീക്ഷിക്കുന്ന നിർണായകമായ യോഗമാണ് അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്.